ശ്രീ കൃഷ്ണപ്രസാദ്, മോഹൻലാൽ ഏറ്റവും അവസാനം ഈ ഓളവും തീരവും എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയതിൻ്റെ ആ സന്തോഷം ഇന്ന് എം ഡിയെ ആ വീട്ടിൽ വന്ന് കണ്ടിറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറയുന്നു. എം ഡിയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി. അത് വലിയ നടന്മാർ മുതൽ താഴേക്കിടയിലുള്ള ചെറിയ അല്ലെങ്കിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ സീരിയലുകളിൽ മാത്രം മുഖം കാണിക്കുന്നവരുടെ പോലും ആഗ്രഹം, ഒരു ദേശീയ അവാർഡ് കിട്ടുന്നത് പോലെയുള്ള ഒരു ആഗ്രഹമാണ് എം ഡിയുടെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത്. അത് എം ഡിയുടെ തലപ്പൊക്കം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്കഥാകൃത്തുക്കൾ മലയാള ചലച്ചിത്ര ലോകത്ത് കുറഞ്ഞു വരികയാണ്. ഉണ്ട്, നമ്മൾ സമ്പൂർണ്ണമായി ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എം ഡിയെ പോലുള്ളവരുടെ എണ്ണം കുറയുന്നു. അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയ്ക്ക് അതൊക്കെ താങ്ങാൻ കഴിയുന്നതാണോ ശ്രീ കൃഷ്ണപ്രസാദ്? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം 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 തുടരാം. ഹലോ, തുടരാം കേൾക്കാം കൃഷ്ണപ്രസാദ്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ അതെ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം അദ്ദേഹം ഈ പറഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളികളുടെ ഒരു അഹങ്കാരം. ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയ എം ഡി സാറിന്റെ ചില ചിത്രങ്ങളുടെ ഒരു 8 ചിത്രങ്ങള് കൂടിച്ചേർന്നതിന്റെ ഒരു പടമായിരുന്നു ഓളവും തീരും. അത് പ്രിയദർശനാണ് ചെയ്തത്. മോഹൻലാലാണ് അതിലെ നായകവേഷം. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, കാലത്തിനനുസൃതമായിട്ട് മാറ്റത്തോടുകൂടി അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന എല്ലാവരും ഈ തലമുറയിലുള്ളവർ പോലും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ചിത്രമായിരുന്നു. അപ്പൊ ഈ പടങ്ങൾ നമ്മളിലേക്ക് സന്നിവേശം ചെയ്യുമ്പോഴാണ് ഒരു നടനാവട്ടെ ഒരു സംവിധായകനാവട്ടെ അവർ കൂടുതൽ മൂല്യമുള്ളവരായി മാറും. പ്രിയദർശൻ ഏതാണ്ട് എന്റെ ഒരു അറിവനുസരിച്ച് ഏതാണ്ട് 100 അടുത്ത ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു എം ഡിയുടെ ഒരു തിരക്കഥയിൽ സംവിധാനം ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന് ആ പഴയ പടത്തിന്റെ ഒരു റീമേക്ക് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് അത്ര വലിയ പ്രഗത്ഭനായ ഒരു ഡയറക്ടർക്ക് അതിനേക്കാൾ പ്രഗത്ഭനായ ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു തിരക്കഥയിൽ സംവിധാനം ചെയ്യണമെന്നുള്ളൊരു മോഹമാണ്. ഇന്നിപ്പോ ഇതിനു മുമ്പ് ഇവിടെ നന്ദേട്ടൻ പറയുന്ന ഒരു വാക്കുകൾ, ശരിക്കും നിർമ്മാല്യം എന്ന ചിത്രം ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രീതിയിൽ അത് ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആശങ്കകൾ ഉണ്ടാവാം. കാരണം ഇന്ന് ലക്ഷ്യങ്ങളും ചില അജണ്ടകളും ഒക്കെ ചിത്രീകരണങ്ങളിലും അല്ലാതെ കഥാ സന്ദർഭങ്ങളും തിരക്കഥകളിലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാലഘട്ടം. അതെ, ഇന്ന് സിനിമകൾ നമുക്ക് കൃഷ്ണപ്രസാദ് തിരികെ എത്താം.